ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 23-ാം വാക്യം. സർവശക്തങ്കലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. പ്രശസ്ത നിഘണ്ടുക്കളിൽ അഭിവൃദ്ധിയുടെ അർത്ഥം തിരഞ്ഞാൽ കിട്ടുന്നത് ധനസമൃദ്ധി, സമ്പത്തിന്റെ വളർച്ച, പണപരമായ വിജയം എന്നൊക്കെയാണ്. എന്നാൽ ഒരു മനുഷ്യൻ ധാരാളം സമ്പത്തുള്ളവനായിരിക്കുകയും അത് അനുഭവിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാളെ അഭിവൃദ്ധി പ്രാപിച്ചവൻ എന്ന് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. സമ്പത്തും സമാധാനവും ആരോഗ്യവും എല്ലാം ആവശ്യത്തിനുണ്ടായിരിക്കുമ്പോഴാണ് ലോക ജീവിതത്തിൽ അഭിവൃദ്ധിയുള്ളവനാണെന്ന് വിശേഷിപ്പിക്കാനാവുക എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ ഈ ലോകത്തിൽ ഇത്തരത്തിലുള്ള അഭിവൃദ്ധിയുള്ളവനായിരിക്കുകയും മരണാനന്തരം നരകത്തിലേക്ക് പോവുകയുമാണെങ്കിൽ അഭിവൃദ്ധി എന്നത് വീണ്ടും നിർവചിക്കേണ്ട ഒന്നാണ്. നിത്യമായി ജീവിക്കേണ്ട ഇടത്തെ സമാധാന സന്തോഷങ്ങളാണ് യഥാർത്ഥ അഭിവൃദ്ധി എന്ന നിഗമനത്തിൽ നാം എത്തിച്ചേരുന്നു. അത്തരത്തിലുള്ള ശരിയായ അഭിവൃദ്ധി നൽകാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അത് പ്രാപിക്കാൻ കുറുക്കു വഴികളില്ല. ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നത് മാത്രമാണ് അതിനുള്ള ഒരേ ഒരു മാർഗം. യഥാർത്ഥത്തിൽ ഒരുവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ മറ്റെല്ലാം അവന് ചെറുതെന്ന് തിരിച്ചറിയാനാകും. വലിയവനും സർവശക്തനുമായ ദൈവമാണ് തൻ്റെ സർവവും എന്നറിയുമ്പോൾ ലോകപ്രകാരം അഭിവൃദ്ധി എന്ന് പറയുന്നതെല്ലാം തനിക്ക് നിസ്സാരമായി തീരും. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നിട്ടും ഈ ലോകത്തിൽ താൻ അന്യനും പരദേശിയും എന്ന് ഏറ്റുപറഞ്ഞ് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു എന്ന് എബ്രായർ 11 കാണാം. ഈ ലോകത്തിലെ സമ്പത്തല്ലായിരുന്നു തൻ്റെ സന്തോഷത്തിന് കാരണം. സത്യമായ ഈ അഭിവൃദ്ധി പ്രാപിപ്പാൻ നമുക്ക് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് തനിക്കായി കാത്തിരിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.